ഡിഗ്രി ലെവൽ എക്സാമിന് വേണ്ടി സുജേഷ് പുറക്കാട് സർ തയ്യാറാക്കുന്ന ഡിഗ്രി ലെവലിൻ്റെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, അത് SCERT ബേസ്ഡ് ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻഡ് അതിൻ്റെ എക്സ്പ്ലനേഷനാണ് ഈ ഒരു ബുക്കിലുള്ളത്. ഇത് നമുക്ക് തൊഴിൽ വീതിയിലൂടെ ലഭിക്കും. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് ഫോക്കസ് എന്ന് പറഞ്ഞാണ് ഈ ഒരു കുഞ്ഞു ബുക്ക് നമുക്ക് കിട്ടുന്നത്. തൊഴിൽ വീതിയിലൂടെ കിട്ടുന്ന ഒരു ബുക്കാണ്. ഇതിനകത്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആൻഡ് എക്സ്പ്ലനേഷൻ ഉണ്ട്. ഭരണം, ദുരന്ത നിവാരണം, ജനാധിപത്യം, ആ ഒരു ഏരിയയിൽ നിന്നാണ് ഇന്നത്തെ ഈ ഒരു കുഞ്ഞു ബുക്കിനകത്തുള്ളത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷൻ ആര്? ആൻസർ ജസ്റ്റിസ് രംഗനാഥ മിശ്ര. 1993 സെപ്റ്റംബർ 28 ഇന്ത്യൻ പാർലമെൻറ്റ് പാസാക്കിയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം അനുശാസിക്കുന്ന അധികാരങ്ങളും ഉത്തരവാദിത്വങ്ങളും നിർവഹിക്കുകയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചുമതല. ദേശീയ കമ്മീഷൻ്റെ ചെയർമാൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസോ ജഡ്ജിയോ ആയിരുന്ന ആൾ ആയിരിക്കണം. ചെയർമാന് പുറമെ 4 അംഗങ്ങൾക്കും കമ്മീഷനിൽ ഉണ്ടാവണമെന്നും നിയമം അനുശാസിക്കുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സർക്കാർ സേവനങ്ങൾ കൃത്യമായും ഉറപ്പായും ജനങ്ങൾക്ക് ലഭ്യമാകുന്ന നിയമം ഏതാണ്? സേവനാവകാശ നിയമം. കണക്റ്റിംഗ് പോയിൻറ്റ്സ്, ഓരോ സർക്കാർ ഓഫീസും നൽകുന്ന സേവനങ്ങൾ എത്ര കാലപരിധിക്കുള്ളിൽ നൽകണമെന്ന് ഈ നിയമം അനുശാസിക്കുന്നു. അർഹതപ്പെട്ട സേവനം നിശ്ചിത പരിധിക്കുള്ളിൽ പൗരന് നൽകിയില്ലെങ്കിൽ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥൻ പിഴയെടുക്കണമെന്നും നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. സേവനാവകാശ നിയമപ്രകാരം അപേക്ഷകർക്ക് മാർഗനിർദ്ദേശം നൽകാൻ എല്ലാ ഓഫീസുകളിലും ഒരു ഉദ്യോഗസ്ഥനെ നിയമിച്ചിട്ടുണ്ട്. 3ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിൽ 99 വെള്ളപ്പൊക്കം എന്നറിയപ്പെടുന്ന പ്രളയം ഉണ്ടായ വർഷം? ആൻസർ 1924. കേരളത്തെ ആകെ ഇളക്കിമറിച്ച ഒന്നാണ് ഈ വെള്ളപ്പൊക്കം. 20ാം നൂറ്റാണ്ടിൽ തെക്കേ ഇന്ത്യയിൽ സംഭവിച്ച ഏറ്റവും വലിയ പ്രളയമായിരുന്നു അത്. കേരള ഭൂപ്രകൃതിയെയും ജീവിതത്തെയും തകിടം മറിച്ച ഈ പ്രളയം 1924 ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് സംഭവിച്ചത്. 4ാമത്തെ ക്വസ്റ്റ്യൻ, രാഷ്ട്രത്തിൻ്റെ ലക്ഷ്യം ഏറ്റവും കൂടുതൽ പേർക്ക് ഏറ്റവും കൂടുതൽ നന്മ ചെയ്യലാണ് എന്നത് ആരുടെ വാക്കുകളാണ്? ജെർമി ബെന്ത. കണക്റ്റിംഗ് ഫാക്ട്സ്, രാഷ്ട്രം എന്ന പദം ആദ്യം ഉപയോഗിച്ചത് പാശ്ചാത്യ ചിന്തകനായ നിക്കോള മാക്കിയെവെല്ലിയാണ്. രാഷ്ട്രരൂപീകരണ സിദ്ധാന്തങ്ങളിൽ ഏറ്റവും സ്വീകാര്യമായത് പരിണാമ സിദ്ധാന്തം. ഒരു രാഷ്ട്രത്തിൻ്റെ നിയമനിർമ്മാണ നടപടികളിലും നീതി നിർവഹണത്തിലും പങ്കെടുക്കാൻ അധികാരമുള്ള ഏത് വ്യക്തിയെയും ആ രാഷ്ട്രത്തിൻ്റെ പൗരൻ എന്ന് പറയാം. ആ രാഷ്ട്രത്തിൻ്റെ പൗരൻ എന്ന് വിളിക്കാമെന്ന് പറഞ്ഞത് അരിസ്റ്റോട്ടിലാണ്. നിങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടാതിരുന്നതിൻ്റെ പരിണിതഫലം നിങ്ങളെക്കാൾ മോശമായവർ നിങ്ങളെ ഭരിക്കുമെന്നതാണ്. ഈ വാക്കുകൾ പ്ലേറ്റോയുടെയാണ്.